എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റവേനിയ സ്പെക്ടാബിലിസ് പിങ്ക് എന്നറിയപ്പെടുന്ന പുതിയൊരു വെറൈറ്റി എക്സോട്ടിക് റയർ ആയിട്ടുള്ള ഒരു പ്ലാന്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെരിഗേറ്റഡ് പൂക്കളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇലകൾ വെരിഗേറ്റഡ് ടൈപ്പ് ആയിട്ടുള്ളത്. രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. ഇതിൻ്റെ പൂക്കളും ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളുടെ മൊട്ടുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ഭംഗിയിലാണ്. പൂക്കളാണെങ്കിൽ നല്ല വിടർന്ന് നിൽക്കുന്ന ടൈപ്പാണുള്ളത്. നല്ല പിങ്ക് കളറിൽ ആരെയും ആകർഷിക്കുന്ന ഒരു കളറാണ്. ഇലകൾക്ക് നല്ല കടും പച്ച ഗ്രീൻ ഗ്ലോസി ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ഇലകളും അതിൻ്റെ കൂടെയുള്ള പിങ്ക് പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെടിയായിട്ടൊക്കെ ഗാർഡനിലൊക്കെ വളർത്താനും ലാൻഡ്സ്കേപ്പേഴ്സിനൊക്കെ വളരെ ഇഷ്ടമായിട്ടൊരു ചെടിയാണിത്. സൗത്ത് ആഫ്രിക്കക്കാരിയായ ഈ ചെടി റൊട്ടേഷ്യ ഫാമിലിയിൽപ്പെട്ടതാണ്. ജീൻ ഫ്രാൻസിസ് റാബിൻ എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഇതൊരു വലിയൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്ന ഷ്രബ് ചെടിയാണ്. ഈ പ്ലാന്റിൻ്റെ ഇലകൾ വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെയാണുള്ളത്. പൂക്കളാണെങ്കിലും നന്നായി പരന്ന് വളർന്ന ഒരു ഷേപ്പാണ്. ഇലകൾ എപ്പോഴും 3 ഇലകൾ ഒരുമിച്ച് ഒരു ഇലയുടെ ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. വെരിഗേറ്റഡ് ആണ് കൂടുതൽ ഭംഗിയായിട്ട് കാണുന്നത്. വെരിഗേറ്റഡ് ടൈപ്പ് ഉള്ളത് അതിലാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് പൂക്കളും നന്നായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. 2 വെറൈറ്റികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 3 ഇലകൾ ഒരുമിച്ച് ഒരു ഇലക്കൂട്ടമായിട്ട് കാണുന്ന ഈ ചെടിയുടെ ഇലകൾ നല്ല ഡാർക്ക് ഗ്ലാസി ഫിനിഷാണ്. എലിപ്റ്റിക് ഷേപ്പിലായിട്ട് ഭംഗിയായി ക്രമീകരിച്ച നിലയിലാണുള്ളത്. ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഇതിൻ്റെ വളർച്ച കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂക്കളില്ലെങ്കിലും ചെടി വളരെ മനോഹരമാണ്. പക്ഷെ നന്നായിട്ട് കൊമ്പ് പ്രൂൺ ചെയ്ത് നിർത്തണം. എന്നാൽ മാത്രമാണ് നല്ല തിക്കായിട്ട് ഇലകൾ വരികയുള്ളൂ. ഇലകൾ നല്ല ഗ്ലോസി ഫിനിഷിങ് ഉള്ള ഇലകളാണ് നമ്മൾ പറഞ്ഞത്. നല്ല തിക്കാണ്. പക്ഷെ അതുപോലെ തന്നെ വേറെ പ്രത്യേകത, ഈ ഇലകൾക്ക് നല്ല നാരങ്ങയുടെ മണമാണുള്ളത്. ഇലകൾ ഞെരടിയാൽ നല്ല നാരങ്ങയുടെ മണമാണുള്ളത്. 3 തൊട്ട് 5 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ചെടി വളരുക. അതുകൊണ്ട് തന്നെ ഗാർഡനുകളിലോ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡുകളിലോ ഒക്കെ നമുക്ക് കുറ്റിമരമായിട്ടൊക്കെ വളർത്താനായിട്ട് പറ്റും. ഒരു ഷെയ്ഡ് ട്രീ ആയിട്ടും ഇത് വളർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൺലൈറ്റും വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺലൈറ്റ് നല്ല നേരിട്ട് കിട്ടാത്ത രീതിയിലുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഇതിന് വേണ്ടത്. സെമി ഷെയ്ഡിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന, സെമി ഷെയ്ഡിൽ വളരെ നന്നായി വളരുന്ന ഒരു ചെടിയാണുള്ളത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി മരങ്ങളുടെ ഇടയിൽ വളർത്താനോ അല്ലെങ്കിൽ അധികം വെയിൽ വരാത്ത സ്ഥലത്ത് വളർത്താനോ ഒക്കെ നല്ല ചെടിയാണിത്. ഇനി വെയിൽ വളർത്തിയാൽ തന്നെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമെന്ന് മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺസിസ്റ്റിംഗ് വാട്ടറിങ് അല്ലെങ്കിൽ മോയ്സ്ചർ നന്നായിട്ട് കീപ്പപ്പ് ചെയ്യണം. അതല്ലെങ്കിലും ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ പണ്ട് കാലത്ത് മന്ദാരമും ചെമ്പരത്തിയൊക്കെ നടുന്ന പോലെ ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് കെയറൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുന്ന രീതിയിലുള്ള ഒരു ചെടിയാണത്. ഇനി ലെമോണിയ പ്ലാന്റിൻ്റെ പ്രൂണിങ്ങിനെ കുറിച്ച് പറയാം. സ്ഥിരമായി പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ചെടിക്ക് നല്ല ഷേപ്പും ചെടികളിലെ ധാരാളം കൊമ്പുകളും ഇലകളും പൂക്കളും ഒക്കെ വന്ന് ചെടി നല്ല ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കോമ്പാക്റ്റ് ചെടിയായിട്ട് വളർത്താനായിട്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെടിയായിട്ട് വളർത്താനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ പ്രൂണിങ് ഏറ്റവും നല്ലത് മഴക്കാലം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ചെടികളും കൊമ്പുകളൊക്കെ കോതി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കും. മണ്ണിലും ചെടിച്ചട്ടിയിലും ഒരേപോലെ വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണിത്. മണ്ണിൽ വളർത്തുകയാണെങ്കിൽ ഒരു 11-12 അടി വരെ ഹൈറ്റ് വയ്ക്കുന്ന ഒരു കുറ്റി മരമാണിത്. ഇനി ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ മണ്ണിൻ്റെ നല്ല വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് നല്ലത്. ഒത്തിരി കോക്കോപ്പീറ്റ് ചേർക്കേണ്ട. മണ്ണും മണലും ചാണകപ്പൊടിയും അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളം അടങ്ങിയിട്ടുള്ള ഒരു പ്രകൃതിദത്ത വളം അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടാണ് ഈ ചെടിക്ക് നല്ലത്. അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ മന്ദാരവും ചെമ്പരത്തിയൊക്കെ നിൽക്കുന്ന പോലെ വളരെ കെയറിങ് കുറവായിട്ടുള്ള ചെടിയായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ എനിവേ നിങ്ങൾക്ക് പൂക്കൾ കുറയുകയാണെങ്കിൽ NPK 10-10-10 എന്നുള്ള മിശ്രിതം ഇടയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അധികം വളപ്രയോഗം കൂടിക്കഴിഞ്ഞാൽ ചെടികളുടെ ഇലകൾക്ക് നിറം വ്യത്യാസം വരികയും മെല്ലെ ചെടി ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ വളപ്രയോഗം ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോകുന്ന പ്രൊപ്പഗേഷനാണ്. ഇതിൻ്റെ ഒരു വിത്ത് ഉണ്ടാകാറുണ്ട്. ആ വിത്തിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ചെറിയ അധികം മൂപ്പെത്താത്ത കൊമ്പ് വേര് പിടിപ്പിക്കുകയാണ്. അധികം മൂപ്പെത്താത്ത കൊമ്പ് മുറിച്ചിട്ട് നമ്മൾ സോയിൽ മിക്സിൽ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് വേര് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ ലെയറിങ് വഴിയും ഈ ചെടിയുടെ കമ്പുകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും വരാത്ത ഈ ചെടിയുടെ ഇലകൾക്ക് വരുന്ന ചെറിയ ചെറിയ വല്ല വെള്ളീച്ചയോ അല്ലെങ്കിൽ മീലി ബഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അതുപോലെ വെള്ളം അധികം കെട്ടി നിൽക്കാൻ നോക്കണം. വേര് ചീയൽ എന്നുള്ളൊരു അസുഖം വരാറുണ്ട് സാധാരണയായിട്ട്.
ആയിട്ട് രണ്ട് തരം വെറൈറ്റിയാണ് കാണാറ്. ഒന്ന് സാധാരണ കരിമ്പച്ച കളറുള്ള ഇലകളോട് കൂടിയിട്ടുള്ള പിങ്ക് പൂവും, അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പിങ്ക് പൂക്കളോട് കൂടി രണ്ട് വെറൈറ്റിയാണ് സാധാരണയായിട്ട് കാണുന്നത്. വേറെയും വെറൈറ്റികളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത് അത്ര പ്രചാരത്തിലില്ല. ഈ ചെടിയുടെ മറ്റ് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്, നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. അധികം കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ബട്ടർഫ്ലൈകളൊക്കെ നന്നായിട്ട് ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലയുടെയും പൂക്കളുടെയും സത്ത് സാധാരണയായിട്ട് ഇൻസെക്ടിസൈഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കക്കാർ ഇത് റൂമാറ്റിസിനും ഫീവറിനും അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലംസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല. ഇനി ഇത് ടോക്സിസിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകിച്ച് അധികം വലിയ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒന്നുമല്ല. എന്നാലും ഇതിൻ്റെ കമ്പൊക്കെ വെട്ടി നിർത്തുമ്പോൾ നമ്മൾ അതിൻ്റെ കറ കണ്ണിലൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഒരു റയർ പ്ലാന്റ് ആണിത്. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈനേഴ്സിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. വെരിഗേറ്റഡ് പ്ലാന്റാണ് വില കൂടുതൽ. അപ്പോൾ അത് നന്നായിട്ട് ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.